ജീവിതം കുറെ കൂടി മുന്നോട്ട് പോയിരിക്കുന്നു. ഓരോ പ്രായത്തിലും ഓരോരുത്തരാണ് നമ്മളെ നിയന്ത്രിക്കുക എന്ന് പറയില്ലേ? ആദ്യം അച്ഛനമ്മമാര്, പിന്നെ നമ്മൾ തന്നെ, പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നവര്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഞ്ഞ്. അങ്ങനെ ഒരു നിയന്ത്രണത്തില് ഞാനിപ്പോ. ഞാനിപ്പോൾ പൂർണ്ണമായും മോളുടെ നിയന്ത്രണത്തില് അവൾക്ക് വേണ്ടി ജീവിക്കുന്നു. അവളുടെ കളിയും ചിരിയുക ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. മോൻ ഭയങ്കര കുസൃതിയാ. അവൻ്റെ ഒരു കാര്യം എന്തെന്നറിയോ? എന്ത് കാര്യത്തിനെക്കുറിച്ചും വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചില സമയത്ത് ഉത്തരം മുട്ടിപ്പോവും. പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ അവൻ ചോദിക്കുന്നതിലൊക്കെ അർത്ഥമുണ്ടെന്ന് തോന്നും. ചിലപ്പോൾ അവനും ഇദ്ദേഹത്തെ പോലെ അർത്ഥമുള്ള വരികൾ എഴുതാൻ തുടങ്ങുമായിരിക്കും, അല്ലേ? ഇനി പിന്നെ എഴുതാം. ഞാൻ വല്ലാതെ കാത്തിരിക്കുന്നുണ്ട് ഒരു മറുപടിക്ക്. അച്ഛാ, അച്ഛനെന്താ എഴുതിക്കൊണ്ടിരിക്കുന്നേ? ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ഏയ്, അച്ഛൻ എഴുതി തീർന്നിട്ട് മോളെ കാണിക്കാം കേട്ടോ. ആ, നിത്യമ്മേ, ഒറ്റയ്ക്കിരുന്ന് പ്രേമലേഖനം എഴുതുവാണോ? കൂടെ അവിടുന്ന് വലിയൊരാൾ വന്നിരിക്കുന്നു ചോദ്യം ചെയ്യാൻ. വാ നിത്യമ്മ, എനിക്ക് ഉറക്കം വരുന്നു. വാ. കൈ മാറ്റ്, എനിക്ക് ഉറക്കം വരുന്ന അച്ഛാ. എന്നാ നമുക്കങ്ങ് പോയേക്കാം. ആ, അച്ഛൻ എനിക്ക് കവിത ചൊല്ലിത്തരോ? ഇനി ഞാനൊരു കാര്യം ചെയ്യാം. ആ കവിത പാടിയിട്ട് ഒരു CD-യിലിട്ട് റെക്കോർഡ് ചെയ്ത് CD നിനക്കങ്ങ് പ്ലേ ചെയ്തു തരാം. അപ്പൊ പിന്നെ നിനക്ക് ദിവസവും കേൾക്കാമല്ലോ. അതൊന്നും വേണ്ട, എനിക്ക് അച്ഛൻ പാടുന്ന നേരിട്ട് കേട്ടാ മതി. ആ, നിത്യമ്മേ, ഇന്നും എന്നെ ഉറക്കാനുള്ള പാട്ട് മധുരമ്പര കാറ്റാ കേട്ടോ. കിടക്ക്. മോനെന്താ ഭഗവാനോട് പ്രാർത്ഥിച്ചത്? ഞാൻ നിത്യമ്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അതെന്താ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നത്? നിത്യാമ്മ നന്നായിട്ടിരുന്നാലേ എല്ലാരും സന്തോഷമായിട്ടിരിക്കുമല്ലോ. നിത്യാമ്മ ചിരിച്ചാലേ എല്ലാരും ചിരിക്കുമല്ലോ. അപ്പൊ പിന്നെ നിത്യാമ്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാ പോരെ?
എല്ലാ മറുപടിയും നാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാ. ഇതാരുടെ കാറ്? ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ. ரொம்ப நாளா எல்லாரும் காத்திருந்த நிமிஷம் இதுதான். டே அம்மா வந்தாச்சு. മോൾ അമ്പലത്തിൽ നിന്നല്ലേ? നന്നായി. ഒരു നല്ല കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് ക്ഷേത്ര ദർശനം നല്ലതാ. ഞാൻ ഇന്നലെ രാത്രിയെ വന്നു എന്നല്ല, വിളിച്ചു വരുത്തിയായിരുന്നു അമ്മയും മോനും കൂടി. കുറേ നാളുകളായിട്ട് ഇവരുടെ സംസാരത്തിലെ പ്രധാന വിഷയം മോളായിരുന്നു. അമ്മയും മകനും ഒരു പ്രധാന തീരുമാനത്തിലെത്തുമ്പോൾ ഞാൻ വന്നില്ല കണ്ടില്ല എന്ന് വേണ്ടല്ലോ. എന്താ അമ്മ ഇതൊക്കെ? വിവാഹക്കാരെ സംസാരിക്കാനേ ഇവർ വന്നിരിക്കുന്നത്. ഇവന്റെ വിവാഹിനി നീട്ടിക്കൊണ്ടു പോവാൻ പറ്റില്ല. ഇവൻ കെട്ടുകയാണെങ്കിൽ മോളെ മാത്രമേ കെട്ടുള്ളൂ എന്നും പറഞ്ഞ് ഒറ്റ കാലിൽ നിൽക്കുക. അപ്പോ പിന്നെ ഒരു തർക്കം എന്തിനാണെന്ന് ഞാനും കരുതി. ഇതിപ്പോ എല്ലാം നമുക്ക് തെരിഞ്ഞ ആളുകൾ തന്നെ. ഇനിയിപ്പോ നല്ലൊരു മുഹൂർത്തം പാക്കണം. അത് ഫിക്സ് പണി കല്യാണം പണി വെക്കണം. ആരുടെ? കാർത്തിക് എന്നെ കുറിച്ച് എന്താണ് ആന്റിയോട് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ കാർത്തിക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമല്ലെന്നും ഒരു വിവാഹത്തിന് താല്പര്യമില്ലെന്നും ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നീ ഒരാഗ്രഹം പറഞ്ഞു, അത് സാധിച്ചു തരാൻ വന്നു. അതിനർത്ഥം ഈ നാട്ടിൽ വേറെ പെണ്ണില്ല എന്നല്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ഇവള് അങ്ങനെ ധിക്കാരമായിട്ട് പറഞ്ഞതല്ല. മനസ്സിലായി സുജാതെ? പറഞ്ഞത് കുറച്ചാണെങ്കിലും ഞങ്ങൾക്ക് മറുപടി കൃത്യമായിട്ടുണ്ട്. നമുക്ക് ഇറങ്ങണ്ടേ? എന്തായാലും നമ്മളൊക്കെ അടുത്തുണ്ടല്ലോ. ഓരോരുത്തർക്കും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് ഇറങ്ങുന്നുണ്ടോ?
കാർത്തിക്, സോറി കാർത്തിക്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ അവരെ കൂട്ടി വരണ്ടായിരുന്നു. അവരെ വിഷമിപ്പിച്ചതില് എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ തന്റെ കാര്യത്തിൽ എന്റെ മറുപടിക്ക് ഒരിക്കലും മാറ്റം വരില്ല. ഞാൻ കരുതിയത് നിങ്ങൾ കൽപ്പെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന. ഇനിയെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നോക്കണം. ഈ നിത്യേച്ചി എന്താ അമ്മ എങ്ങനെയൊക്കെ പെരുമാറുന്നേ? അവൾ എന്ത് ചെയ്യുന്നതും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ? നമ്മളെക്കുറിച്ചാണ് അവളുടെ പേടിയൊക്കെ. അമ്മ, കാലം വേഗം വേഗം കടന്നു പോകും. ഇനി എപ്പോഴാ? അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ശരവണ. അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. ഒന്നും എടുത്തില്ല. എടുത്തോളാം. കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞതാണല്ലോ. ഈ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ അവൻ എതിർപ്പേ പറയാറുള്ളൂ. അവനെ സംബന്ധിച്ചിടത്തോളം മോൾക്ക് വേണ്ടി മാത്രം ആ ജീവിതം. സത്യത്തിൽ ഇവൾക്കും വേണമെങ്കിൽ വിവാഹപ്രായം കഴിഞ്ഞു എന്ന് പറയാം. പഠിപ്പിലായിരുന്നു ഇവളുടെ ക്രൈസ്. ഓരോ കോഴ്സ് കഴിയുമ്പോഴും അടുത്തത് ഇവള് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിനിടയിൽ ഞങ്ങൾ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞാ അവളത് ശ്രദ്ധിക്കാറേയില്ല. പക്ഷെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഇല്ലേ, അവര് കാണുമ്പോ ആദ്യം ചോദിക്കുന്നത് ഇതാ. ഒരുപാട് ആലോചനകൾ നോക്കി. ഹരിയുടെ ഫോട്ടോ കണ്ടപ്പോഴും കാര്യങ്ങൾ കേട്ടപ്പോഴും ഇവളെന്തോ ഒരു താല്പര്യം പറഞ്ഞു. ഞങ്ങൾക്കിവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നൊരു ദർശനം നടത്താനുണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു ആലോചനയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് പോരാമെന്ന് തീരുമാനിച്ചു. അതെന്തായാലും നന്നായി. മോളെ, അവനൊരു പാവ. മോള് അവന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരിക്കൽ പോലും ഒരു കാര്യത്തിന് പോലും വിഷമിക്കേണ്ടതായി വരില്ല. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. എന്താ? എനിക്ക് അങ്ങനെ ഗ്യാരണ്ടി ഒന്നുമില്ല അങ്കിൾ. എന്നെ ഒരുപാട് കെയർ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യാലോ. നല്ലൊരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് 24 മണിക്കൂർ എന്റെ കൂടെ ഇരിക്കുന്ന ഒരാളാണെന്ന് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. മോളെ, ഓരോ പെൺകുട്ടികളുടെ ആലോചന വരുമ്പോ അതൊക്കെ തട്ടിക്കളയുന്നത് അവരൊക്കെ ചെറുപ്പമാണ്. അവർക്ക് എന്തിനാ ഈ രണ്ടാം കെട്ടുകാരൻ എന്നൊക്കെ ചോദിച്ചിട്ടാ. ചിലപ്പോ ഈ കാര്യത്തിലും ഒരു കാര്യം ചെയ്യാം, എന്റേതും രണ്ടാം വിവാഹമാണെന്ന് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ പ്രശ്നം തീരുമല്ലോ. ഇപ്പോഴാ ഒരു കാര്യം ഉറപ്പായത്. മോളെ, ഇത് നടക്കും. മോളെ ദൈവം അവന് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നതാ. അല്ല, നിന്റെ അപ്പൂപ്പൻ ആരോ ഗസ്റ്റ് ഉണ്ടല്ലോ.
അവിടെ എപ്പോഴും തിരക്കില്ല. ആ മിടുക്കി കുട്ടി. ആ എടാ, ഇവരൊക്കെ വന്നിട്ട് കുറച്ച് നേരമായി. നിന്നെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? ആരാ ഇവരൊക്കെ? ആ ഈ കുട്ടിയുടെ പേര് ദിവ്യ അല്ലേ മോളെ? അതെ. ആ ഇത് ദിവ്യയുടെ അച്ഛനും അമ്മയും. ആ നിങ്ങൾ ഇരിക്കെ. ആ എടാ, ഈ മാട്രിമോണിയിൽ നിന്നും നിന്റെ ഫോട്ടോസും ഡീറ്റെയിൽസും കണ്ട് ഇഷ്ടപ്പെട്ടു വന്നതാ. അല്ല, ഇവര് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാ. ഞാൻ ഇവരെ വിളിച്ചപ്പോ ഇവരിവിടെ ഉണ്ടെന്നറിഞ്ഞു. എന്നാ പിന്നെ ഇങ്ങോട്ടൊന്ന് കേറാനും പറഞ്ഞു. ക്ഷമിക്കണം കേട്ടോ, എനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല. മാട്രിമോണി ഓഫീസിലേക്ക് അമ്മാവൻ പോവുകയും അവിടെ ചില കുസൃതികളൊക്കെ ഒപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ വീട്ടിനകത്ത് ഇങ്ങനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സോറി. പക്ഷേ ഹരി എനിക്കിഷ്ടായി. ആ കല്യാണക്കുട്ടി ഇവിടെ ഒന്ന് വന്നേ. അച്ഛൻ ഒരാളോട് ഇഷ്ടം തോന്നണമെങ്കിലേ ആദ്യം അയാളെ മോക്ക് ഇഷ്ടപ്പെടണം അല്ലേ? ദേ മോളെ അങ്ങോട്ട് നോക്കിയേ, ഇതാരാന്നറിയോ? മോളുടെ അമ്മയാ. ആ എന്താ പേര്? എന്റെ പേര് ദിവ്യ. കല്യാണം കഴിഞ്ഞ് എന്റെ അച്ഛനെ നല്ലോണം നോക്കോ? നോക്കാലോ. കല്യാണി, ഇങ്ങോട്ട് വന്നേ. അച്ഛാ ഇന്ന് വന്നേ. നല്ല പെണ്ണാ. നിങ്ങൾ എല്ലാരും കൂടി എന്തായി കാണിക്കുന്നത്? ഇതെന്താ കുട്ടികളിയാണോ? ജീവിതത്തെ ഇത്ര നിസ്സാരമായിട്ട് സമീപിക്കുന്ന രീതി എനിക്കിഷ്ടമല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ വിവാഹം നടത്തുന്ന കാര്യത്തിന് വേണ്ടി ഒരു ചർച്ചയും വേണ്ട. എടാ, അമ്മാവൻ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ പറ്റുക? അതെ, അവനെ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് സമ്മതിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ. ഞാൻ അവനോടൊന്ന് സംസാരിച്ചിട്ട് നിങ്ങളെ വിവരം അറിയിക്കാം. അതുവരെ ക്ഷമിക്കാൻ പറ്റുമോ? എന്താ മോളെ? ക്ഷമിക്കാം അങ്കിൾ. എനിക്ക് ഹരി ഒത്തിരി ഇഷ്ടമായി. സോ നല്ലൊരു കാര്യത്തിനല്ലേ, കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ആവാം. ദൈവമേ, ഇതൊന്ന് നടന്നു കണ്ടാ മതി. എന്താമ്മേ? മോളെ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും കാരണം അമ്മ എടുത്ത തീരുമാനങ്ങളാണ്. ഒരു കണക്കിന് അമ്മയുടെ നിർബന്ധങ്ങളാ. ഞാൻ എന്തെങ്കിലും അമ്മാവനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? എന്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും നീ പറയില്ല. എന്നാലും എന്റെ മനസ്സിൽ നീയല്ലേ ഉണ്ടാവും.
അമ്മേ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു. അത് നമ്മളിൽ ഒരാളുടെ വിധിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. എല്ലാവർക്കും ചേർത്ത് ദൈവം തീരുമാനിച്ചതാ. അതിന് പരസ്പരം പരാതിപ്പെടുകയോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. നമ്മളിപ്പോ എല്ലാം നേരിടാൻ തീരുമാനിച്ചില്ലേ? ശരിയാണ്. പക്ഷെ നിന്റെ ജീവിതം പാഴായി പോവല്ലേ? കാർത്തിക്കിനെ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, വേറൊരാളെ. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ഭാവിയാണ് പ്രശ്നം. മറ്റൊന്നും തൽക്കാലം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കുറച്ചു കാലം കഴിയുമ്പോഴേ മോളങ്ങ് വലുതാകും. പഠിക്കാനോ ജോലി കിട്ടിയോ അവിടെ ദൂരേക്ക് എങ്ങാനും പോകും. അപ്പൊ നീ തനിച്ചാവില്ലേ? അതെങ്ങനെ ഞാൻ തനിച്ചാവുന്നത്? അമ്മാവനില്ലേ എന്റെ കൂടെ? ഞാൻ ഇന്ന് നിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഈ പറയുന്ന സങ്കടവും കൂടെ ഉണ്ടാവും. പക്ഷെ ആദ്യം മോൻ എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോ ഞാനൊരു അമ്മയുടെ സുഖം അനുഭവിക്കുന്നുണ്ട്. അവന്റെ വളർച്ചയും കുസൃതിയും കാണുമ്പോ എനിക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ട്. ഇതൊന്നും അറിയാത്തൊരാളെ ഇടയിൽ വന്ന് കയറിയ അയാൾ ആദ്യം നോക്കുന്ന എന്താ ഒരു ഉറപ്പ്? എടാ, ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു തരം കൂട്ടിക്കെട്ട. വരുന്നയാള് നിന്നോടൊപ്പം പൊരുത്തപ്പെട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇല്ല മാവ, എന്റെ ജീവിതത്തിലേക്ക് പുറത്തുനിന്നൊരാൾ കയറി വന്ന ആദ്യം കുറച്ചു ദിവസം എല്ലാത്തിനോടും പൊരുത്തപ്പെടുന്നു എന്ന് അയാൾ അഭിനയിക്കും. എന്നിട്ട് കുറച്ചു നാൾ കഴിയുമ്പോ മോളോടങ്ങ് മോശമായിട്ട് പെരുമാറാനും തുടങ്ങും. മോളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരാളോട് പിന്നെ എനിക്ക് നന്നായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല.